നിഷിദ്ധമെന്ന ഒരു കൂട്ടർ. നിങ്ങൾ ചോദിച്ചല്ലോ, ആരുടെ അടുക്കലാണ് ജിബ്രീൽ ഇപ്പൊ വന്നത്, ആരുടെ ഓഫീസിലാണ് ജിബ്രീൽ വന്നത്? പരിഭാഷയെ പറ്റി നിങ്ങളുടെ മാനദണ്ഡം എന്താണ്? മാത്രമല്ല നഹ്സുകൾ, നിങ്ങൾ നഹ്സുകളെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ വിശ്വാസം? ജനങ്ങൾക്കിടയിൽ നഹ്സുകൾ പ്രചരിപ്പിക്കുന്ന അഥവാ ദിവസങ്ങളെ ചീത്ത പറയുന്ന, ഓരോ ദിവസങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഇവർക്കുള്ളത്. നിങ്ങൾ നോക്കൂ, ദിവസങ്ങളെ ചീത്ത പറയുന്ന ഒരു ശൈലി നോക്കൂ. ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും, ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നേ, ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതെന്നൊടുക്കുന്നത്, ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്. കണ്ടോ, അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നതാണോ ഈ ആശയം? ഇവര് പ്രചരിപ്പിക്കുകയാണ്. കല്യാണം നിശ്ചയിക്കാൻ ഒരുങ്ങുമ്പോ, അതുപോലെ തന്നെ പല കാര്യത്തിനും ഒരുങ്ങുമ്പോ ദിവസത്തിന്റെ ആദലക്ക് നഹ്സ് ശകുനം നോക്കുന്നൊരു പരിപാടി. ഏതൊക്കെ ദിവസമാണ് നല്ലത്, ഏതൊക്കെയാണ് ചീത്ത എന്ന് ഇവരങ്ങ് തീരുമാനിച്ചു പോയി. വസ്ത്രം വാങ്ങാൻ വേണ്ടി ഷോപ്പിലേക്ക് പോകുമ്പോൾ പോലും ഇവര് പഠിപ്പിക്കുന്ന മര്യാദ എന്താ പറഞ്ഞത്? ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും. ശനിയാഴ്ച ദിവസം നീ പുതിയ മുണ്ട് ധരിക്കാൻ പാടില്ല, ഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും. എന്താ കാരണം? ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നേ, ധരിക്കുന്ന സമയത്തൊക്കെ ജസദിന് അസുഖം വരും. ശനിയാഴ്ച മുണ്ടെടുത്താലേ അന്ന് അസുഖം വരും. ആകെ പ്രശ്നമാണ്. തീർന്നില്ല. ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതെന്നുടുക്കുന്നത്. ഞായറാഴ്ചയും ഔട്ടായി, ഞായറാഴ്ചയും പറ്റില്ല. ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്. ഇനി എന്താ നാശങ്ങൾ എന്ന് കേട്ടോളൂ. തീ വീണതായി നശിക്കേണ്ടതാണ് ആ മുണ്ട്, മോഷ്ടിച്ചുകൊണ്ട് പോകുവാനിടയുണ്ട്. അത് മാത്രമല്ലത് നീ ധരിച്ചാൽ പിന്നെ അമ്മെപ്പോഴും ഒഴിയാതിരിക്കും പൊന്നേ. എന്റെ പൊന്നേ, നീ എങ്ങാനും അതങ്ങ് ധരിച്ചാൽ നിന്റെ മനക്ലേശം മാറില്ല കേട്ടോ, മനസ്സിലെപ്പോഴും ഹമ്മായിരിക്കും കേട്ടോ. മാത്രമല്ല തീ വീണതായി നശിക്കേണ്ടതാണ് മുണ്ട്, മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട്. തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുണ്ട്, മോഷ്ടിച്ചു കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. ചോദിക്കട്ടെ, ഇസ്ലാം ദീൻ അല്ലാഹുവിന്റെ റസൂൽ പൂർത്തിയാക്കിയ ആ ഇസ്ലാം ദീന്, അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത ആശയങ്ങളോട് ഇസ്ലാം ദീൻ അല്ലാഹു പൂർത്തിയാക്കിയില്ലേ? ആ ദീനിൽ എവിടെയാണ് ശനിയെ ഇങ്ങനെ പറഞ്ഞത്, ഞായറിനെ ഇങ്ങനെ പറഞ്ഞത്, ചൊവ്വയെ ഇങ്ങനെ പറഞ്ഞത്? ഈ തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ? എന്തൊക്കെ അഭിപ്രായങ്ങളാണ്. മാത്രമല്ല നിങ്ങളിൽ ചിലർ പറയും അങ്ങനെയൊന്നും വിശ്വാസിക്ക് യോജിച്ചതല്ല. അങ്ങനെ ആ രൂപത്തിൽ വിശ്വസിക്കുന്നത് ഒരു കൂട്ടർ പറയുന്നു അതൊന്നും വിശ്വാസിക്ക് യോജിച്ചതല്ല. കേട്ടോളൂ, ഞാൻ നിങ്ങളെ പെട്ടെന്ന് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളുടെ ഒരു മാസികയിൽ നിന്നാണ് വായിച്ചു കേൾപ്പിക്കുന്നത്. ചോദ്യം എന്താണ്? നഹ്സുകൾ അടിസ്ഥാനമാക്കിയാണ് പലരും സൽക്കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നതും തീരുമാനിക്കുന്നതും. എന്താണ് ഈ നഹ്സുകൾ? ഇതിന് ഇസ്ലാമിൽ വല്ല തെളിവുമുണ്ടോ? ഉണ്ടെങ്കിൽ കിതാബുകൾ സഹിതം വിശദീകരിക്കാമോ? ഉത്തരം കേട്ടോളൂ. നഹ്സുകൾ അടിസ്ഥാനമാക്കി നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണമെന്ന് ഇസ്ലാമിലില്ല. മാത്രവുമല്ല, അങ്ങനെ നഹ്സുകൾ നോക്കി പ്രവർത്തിക്കുന്നത് അല്ലാഹുവിന്റെ മേൽ ഭാരമേൽപ്പിച്ച് ജീവിക്കുന്ന വിശ്വാസിക്ക് യോജിച്ചതുമല്ല. അപ്പൊ എന്താ പറഞ്ഞത്? ഭാരം തന്നെ ഇതിലില്ല കേട്ടോ, ഞാൻ അധികം ഒന്നും വായിച്ചതല്ല. അപ്പോ ആ നിലക്ക് നഹ്സിനെ എതിർക്കുന്ന ഒരു കൂട്ടർ, ഓരോരുത്തർക്കും ഓരോ മതം.
ഓരോരുത്തർക്കും ഓരോ മതം. ഇനി നിങ്ങൾ നോക്കൂ, കലണ്ടറുകളിൽ കാണുന്നു. ഇപ്പൊ നഹസിനെ അങ്ങനെ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, മർക്കസിന്റെ കലണ്ടറാണിത്. ആ കലണ്ടറിൽ അതാ ഓരോ ദിവസവും അതാ നഹസുകളെ പറ്റി ഓരോ മാസത്തിലെയും റിപ്പോർട്ട്. റമളാൻ മാസത്തിൽ നഹസ് എന്ന് എഴുതിയത് കണ്ടോ? മർക്കസിന്റെ കലണ്ടറിൽ കണ്ടോ? എന്താ പറയുന്നത്? റമളാൻ 3, 5, 11, 13, 16, 21, 24, 25, 27, 30 റമളാന്റെ ദിവസങ്ങൾ നഹ്സാ കേട്ടത്. ഒടുവിലത്തെ ബുധൻ. ഇനിയോ ദുൽഹജ്ജ് മാസത്തെ സംബന്ധിച്ചും ഇതിൽ ആ നിലക്ക് തന്നെ ചില ഡേറ്റുകൾ ഉണ്ട്. അതേ അവസരത്തിൽ അതാ പെട്ടിപ്പടിയിലെ അല്ലെങ്കിൽ മുട്ടിപ്പടിയിലെ മഅ്ദിൻകാരുടെ സലാത്തുകാരുടെ ആ കലണ്ടറിൽ എന്താ പറയുന്നതെന്നോ? ദുൽഹജ്ജ് മാസത്തിൽ അതാ മുസ്ലിമീങ്ങൾ ഏറെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുൽഹജ്ജ് മാസത്തിലെ 10 ബലിപെരുന്നാൾ നടക്കുന്ന ആ ദുൽഹജ്ജിലെ 10 അതും ഇവർക്ക് നഹ്സാണ്. നഹ്സുകളുടെ കൂട്ടത്തിലാണ് അതും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഓരോ ദിവസങ്ങളെ ആ നിലക്ക് ഇങ്ങനെ മാറ്റിവെച്ച് ഈ രൂപത്തിൽ. അതുപോലെ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചില്ലേ, ഒരു ഇബ്നു ഉമറുൽ ഖാദി എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനുദ്ദീൻ മുസ്ലിയാർ ഇബ്നു ഉമറുൽ ഖാദി എന്ന പേരിലുള്ള ഒരാളുടെ ആ മജ്മൂ ഷിഫ എന്നുള്ള പുസ്തകത്തിൽ ഇതിൽ എന്തൊക്കെയാ എഴുതിവിട്ടിട്ടുള്ളത്. ഓരോ ദിവസത്തെ സംബന്ധിച്ചും ഇതിലും ധാരാളം പറയുന്നുണ്ട്. അതിലൊക്കെ കൂടി വായിക്കാൻ നിന്നാൽ നേരം ഒരുപാട്